ഹലോ, എല്ലാവർക്കും ഐറിഷ് ലൈഫ് ആൻഡ് ഇവന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇതുകൊണ്ടോ ഒരു ഫിഷിംഗ് ഗിയറൊക്കെ ആയിട്ട് ചൂണ്ടയിടാൻ പോവാണ്. ഇപ്പോൾ അയർലൻഡിൽ എവിടെ ചൂണ്ടയിട്ടെന്നാലും അയല കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളികൾ, നോൺ യൂറോപ്യൻസ്, അവരെ ഐറിഷുകാർ എല്ലാവരും വന്നിട്ട് ചൂണ്ടയിടുന്ന ഒരു സമയമാണ്. ഒരുപാട് അയല കിട്ടും, ഫ്രഷ് അയലയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് പോയി ഒന്ന് ചൂണ്ടിട്ട് നോക്കാം, വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ചൂണ്ടയും ഇവിടുത്തെ ചൂണ്ടയിടുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് മാക്കറിൽ മാത്രമേ പിടിക്കുന്നുള്ളൂ, വേറെ ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡിലെ വാട്ടർഫോർഡ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസത്തിനും ഫിഷിങ്ങിനും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഡൺമോർ ഈസ്റ്റ്. ഇവിടെയാണ് ഞാനിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ചെറിയ ടൗണാണ് ഡൺമോർ ഈസ്റ്റ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസത്തിനും അതുപോലെ തന്നെ ഫിഷിങ്ങിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷായിട്ടുള്ള മീൻ മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് ഇവിടെ. മീൻ പിടിക്കുന്നതിന് ഒരുപാട് മലയാളികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഡൺമോർ ഈസ്റ്റ്. വരാനും വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ മീൻ പിടിക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരു ക്ലിഫ് വാക്ക്, കോസ്റ്റൽ വാക്ക് ഉണ്ട്. കടലിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഏകദേശം 4-5 മണിക്കൂർ വരെ നടക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ക്ലിഫിൻ്റെയും കടലിൻ്റെയൊക്കെ മനോഹാരിത ആസ്വദിച്ച് നിങ്ങൾക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ് ക്ലിഫ് വാക്ക് നടത്താൻ സാധിക്കുന്നത്. ഇവിടെ മേലെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഞാൻ ഈ വഴി ഒരു 1 കിലോമീറ്റർ ദൂരം നടന്നിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ആൾക്കാരൊക്കെ ഡെയിലി നടക്കാൻ വരാറുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ താഴെ 2-3 പേര് അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന വലിയ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. മുമ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ ഈ ബോട്ടുകാരുടെ അടുത്ത് നേരിട്ട് മേടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവർ നിർത്തി. നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇത് ഹൈ ടൈഡിൻ്റെ സമയമാണ്. കടൽ വളരെ ശാന്തമായിട്ടാണ് ഇന്ന് കിടക്കുന്നത്. കാറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ വളരെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഡൺമോർ ഈസ്റ്റിലെ ഒരു ലൈറ്റ് ഹൗസാണിത്. ഇത് രാത്രിയാകുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്യും. അതുപോലെ തന്നെ സീ സഫാരിക്കായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെയുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടലിലേക്കുള്ള ഒരു യാത്ര നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ചെറിയ ചെറിയ യാട്ടുകളൊക്കെ, പ്രൈവറ്റായിട്ടുള്ള യാട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോ വ്യക്തികളുടേതാണ്. മീൻ പിടിക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് ഈ സീകൾ. അവർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും. ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് ഇവിടുത്തെ ബീച്ച്, ഡൺമോർ ഈസ്റ്റിലെ ബീച്ച് വരുന്നത്. വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഇവിടെ കുളിക്കാനും മറ്റും ആ സൈഡിലാണ്. ഇവിടെ കല്ല് വിരിച്ചിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇറങ്ങി മീൻ പിടിക്കാൻ സാധിക്കുന്നതാണ്. ചില സ്ഥലങ്ങളിൽ വളരെ ക്ലിഫായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്, അവിടെയാണ് മീൻ പിടിക്കുന്നത്. പക്ഷേ ഇതിലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ പറ്റുന്നത്. ഈ ബോട്ട് അങ്ങ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കപ്പലിന് എസ്കോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഈ പോകുന്നത്. പൈലറ്റ് ബോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇനി പയ്യെ ചൂണ്ടയിടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് പയ്യെ ചൂണ്ടയിടാൻ തുടങ്ങണം. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് മാക്രലിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടക്കുളത്ത്, മാക്രൽ ഫെദേഴ്സ്. അത് പല സൈസിൽ വരും. അതുപോലെ തന്നെ പല ഈ ഹുക്കുകളുടെ എണ്ണം 3 മുതൽ 4, 5, 7, 8, 9 വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പല നിറത്തിലുള്ള പ്ലാസ്റ്റിക് പൊതിഞ്ഞ രീതിയിലാണ് ഈ ചൂണ്ടക്കുളത്ത് വരുന്നത്. അപ്പോൾ ഈ കളറ് കണ്ട് അട്രാക്റ്റ് ആയിട്ടാണ് അയല വന്ന് ഇതിൽ കടിക്കുന്നതും അപ്പോൾ നമുക്ക് മീനെ കിട്ടുന്നതും. ഈ ചൂണ്ട കെട്ടുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. അതിന് ഫിഷർമാൻ ഹുക്ക് എന്നാണ് പറയുന്നത്. നമ്മളൊരു പ്രത്യേക രീതിയിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ഈ ചൂണ്ടക്കുളത്ത് അഴിഞ്ഞു പോവും.
അപ്പോൾ അത് പല ചുറ്റായിട്ട് കെട്ടി അത് ഹുക്ക് ചെയ്തിട്ട് വേണം അത് കെട്ടാൻ. അപ്പോൾ അത് ഒരിക്കലും എത്ര മീൻ ഉണ്ടെങ്കിലും അതിൻ്റെ പവർ കൊണ്ട് ഇത് ഒരിക്കലും ഇത് അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത് കെട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൂണ്ടക്കുളത്ത് ഇതിൻ്റെ ഈ വർണ്ണ കടലാസിൻ്റെ ഉള്ളിലാണ്. നമുക്കത് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ കളർ കണ്ട് അട്രാക്റ്റ് ആയിട്ടാണ് അയല വന്ന് ഇതിലേക്ക് കടിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റ് നമ്പർ 3 ആണിത്. ഇത് ഈ ഫെദറിൻ്റെ ഏറ്റവും അടിയിൽ ഇട്ടതിന് ശേഷം എറിഞ്ഞു കഴിയുമ്പോഴാണ് ഇത് പരമാവധി ദൂരെ നമ്മൾ എറിഞ്ഞ് റിട്രീവ് ചെയ്താണ് അയലയെ പിടിക്കുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ ഹുക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ ഏറ്റവും ഒടുവിൽ കാണും. ഹുക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊളുത്തായിരിക്കും. മീൻ പിടിക്കുന്ന സ്ഥലങ്ങളിൽ മിക്കപ്പോഴും ഈ സീലിനെ കാണാൻ സാധിക്കും. ഇതുണ്ടെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മളുടെ ചൂണ്ടയിൽ കുരുങ്ങുന്ന അയലേനെ ഇത് വന്ന് അറ്റാക്ക് ചെയ്ത് അത് പിടിച്ചുകൊണ്ട് പോകും. നമ്മുടെ ചൂണ്ടക്കുളുത്തും എല്ലാം പൊട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതുള്ള സമയത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വേറെ ഇങ്ങോട്ടേലും മാറിക്കോളും. ഇത് അങ്ങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഷിപ്പാണ്, ചെറിയൊരു കണ്ടെയ്നർ ഷിപ്പ്. ചൂണ്ടയിടാൻ നേരത്ത് പരമാവധി ഇതുപോലെ ദൂരത്തേക്ക് എറിയുക. വെയിറ്റ് താഴ്ന്നതിന് ശേഷം പയ്യെ റിട്രീവ് ചെയ്തെടുക്കുക. ആ കൂടെ അവിടെ അയല ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ അയലയുടെ സീസണാണ്. ഈ സീസണിൽ മാത്രം പോയെന്നാൽ മാത്രമേ നമുക്ക് അയല കിട്ടുകയുള്ളൂ. ഇന്ന് രാവിലെ 7 മണി ആയതേ ഉള്ളൂ. അത്യാവശ്യം ഒരു 5-6 ആൾക്കാർ ഇവിടെ വന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ ഹുക്കിലും നമുക്ക് ചില സമയങ്ങളിൽ അയലനെ കിട്ടും. അത് എല്ലാ തവണയും കിട്ടണമെന്നില്ല. ചിലപ്പോൾ 1, 2, 3. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 5 എണ്ണം എല്ലാ ഹുക്കിലും കിട്ടിയിട്ടുണ്ട്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് പിടിച്ച മീൻ. ചില സ്ഥലത്ത് ഒത്തിരി കിട്ടും, വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മൾ എല്ലാ ദിവസവും വരിക, ചൂണ്ടയിടുക, കിട്ടിയാൽ കിട്ടി. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടിയില്ല കിട്ടും. എന്നാലും കറക്റ്റായിരുന്നു. ഒരുപാട് മീനൊക്കെ കിട്ടി. അപ്പോൾ ഫ്രഷ് ആയാലാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.